ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്, നല്ല ചാറ്റൽ മഴയാണ് കേട്ടോ. അപ്പോൾ ചൂടോടെ നല്ല ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ. നമ്മൾ സ്പാട്ടിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയാണ്, ലൂസ് പുട്ടുപൊടിയാണ്. സാധാരണ പൊൻകത്തിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കാറ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഈ മാവ് ഉണ്ടാക്കിയിട്ട്. ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം കൂടി പോകാറാണ് ചെയ്യാറ്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. കുഴച്ചപ്പോൾ മാവൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി പുട്ട് എന്തായാലും അറിയുള്ളൂ എങ്ങനെയാണെന്ന്. കുക്കറിൽ നമ്മൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പുട്ട് വേവിക്കാനായിട്ട് വെച്ചത്. പുട്ടൊക്കെ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതാ പുട്ടായിട്ടുണ്ട്, നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുട്ട്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ പുട്ടും കടലക്കറിയാണ് കേട്ടോ. രാവിലത്തെ തിരക്കേറിയ പണികൾ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ രാവിലത്തെ കടലക്കറിയും പിന്നെ ഇവിടെ കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ച മിളകീഷൻ എന്നാണ് പറയുക, നിങ്ങളവിടെ എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല, അതും ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി, ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഇന്നത്തെ ചോറ്, ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടോ. തുമ്പിമോൾക്ക് ചോറ് കൊടുത്തു, നേരത്തെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ഫോണും കൈ പിടിച്ചിട്ടായിട്ട് ഇരിക്കണത്. ഇന്ന് വൈകിട്ട് അമ്മ പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ പഴംപൊരി ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്കിന്ന് കാപ്പിയും പഴംപൊരിയാണ്. അപ്പം നല്ല മഴയുണ്ട് കേട്ടോ, മഴ തോർന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെടികളുടെ അവിടെയൊക്കെ നല്ല വെള്ളം കിട്ടി നിൽക്കുന്നുണ്ടേ. അങ്ങനെ ഞാനും തുമ്പിമോളും പോയിട്ട് കുറച്ച് നേരം ഉമ്മറത്ത് നിന്ന് ഇങ്ങനെ മഴ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴത്തിറങ്ങണം എന്നിട്ടോ പറയണത്. അപ്പോഴേക്കും ഞാൻ ചായയും പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് അവൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അവൾക്ക് ഈ മധുരമുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അധികം കഴിക്കുന്നില്ല, എന്നാൽ പോലും ചെറിയൊരു കാണുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കും തന്നിട്ടാണ് കുട്ടി കഴിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും കഴിക്കാറ്. അത് പൊള്ളുണ്ട് അമ്മ എന്നാണ് എന്നോട് പറയണത് കേട്ടോ. അങ്ങനെ മേലൊക്കെ കഴുകിയതാ വിളക്ക് കൊളുത്താൻ നിൽക്കുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ കൂടെ വിളക്ക് കൊളുത്താൻ നിൽക്കുകയാണേ. കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ വിളക്ക് കൊളുത്തിയത് അതിൻ്റെ അടുത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അയ്യപ്പ എന്നൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കാറ് എപ്പോഴും. എന്നോട് ഭസ്മം വെച്ച് തരാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കേ, ടാ.